ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിക്കണ ഒരു അൺബോക്സിങ് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറെ കാലം കാത്തിരുന്ന് ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ്. അപ്പൊ ഇനി അൺബോക്സിലോട്ട് വരാം. അപ്പൊ ഗായ്സ്, ഇതാട്ടോ നമ്മളെ പ്രൊഡക്റ്റ്. സംഭവം ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, അത് തന്നെ ഗായ്സ്, E88 Pro പോക്കറ്റ് ഡ്രോൺ. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ പോക്കറ്റ് ഡ്രോണ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇത് 3 വയസ്സിന് കഴിഞ്ഞപ്പുറം എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇതാണ് അതിൻ്റെ ഫുൾ ചിത്രം. നമ്മൾ ഈ കളറാട്ടോ വാങ്ങിക്കണ്ടേ. നമുക്കിത് മൊത്തത്തിലൊന്ന് തുറന്നു നോക്കാം അല്ലേ. അയ്യോ, അടിപൊളി പാക്കിംഗ് ആട്ടോ വരുന്നത്. ഈ പാക്കേജ് അടിപൊളിയാട്ടോ. നമ്മളെ തുറന്നു നോക്കാം നമുക്ക്. വാടാ, ഏതാ സാധനം അല്ലേ. ഇതാണ് നമ്മളെ കുഞ്ഞൻ ഡ്രോൺ. കുഞ്ഞൻ സാധനം. നമ്മളെ ഡ്രോൺ എന്ന് പറയണത് ഇതാണ്. ക്യാമറ വരുന്നുണ്ട്, ഡുവൽ ക്യാമറ. ഇത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെക്കാം. കഴിഞ്ഞിട്ട് അതിൻ്റെ റിമോട്ടാണ് വരുന്നത്. റിമോട്ട് ഇതാണ്. ഇത് ആൻറ്റിന. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് മിനിറ്റ് പറഞ്ഞുതരാം. ഇനി പിന്നെ ഈ ഒരു ഇതിൽ നിന്ന് വരുന്നത് ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ടൂൾ ബോക്സ് ആണ്. ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ 4 ലീഫ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രൊപ്പ ഗാർഡ് വരുന്നുണ്ട്. 4 ഭാഗത്തും ഒരു ക്ലിപ്പിങ് ചെയ്യാൻ പറ്റണ ഒരു സേഫ്റ്റിക്കൊക്കെ ലീഫൊന്നും പൊട്ടാതിരിക്കാനുള്ള ഗാർഡ്. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, അതിൻ്റെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ. നമുക്ക് റിമോട്ടിലൊന്ന് ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി റിമോട്ടിലൊന്ന് ബാറ്ററി ഇട്ട് നോക്കാം. അതിനാദ്യം ടൂൾ ബോക്സിൽ നിന്ന് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കണം. സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് നമുക്ക് അയക്കണം. അപ്പോൾ ഇനി നമ്മൾ ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, സ്ക്രൂയൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിമോട്ട് വരുന്നത്. ആൻറ്റിന സൗണ്ട് കേൾക്കുന്നുണ്ടോ? അടിപൊളി. നമുക്ക് ഡ്രോണിൻ്റെ ഇതിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഡ്രോൺ. ഇതതിൻ്റെ സെൻസർ കാര്യങ്ങളാണ്. ഇതതിൻ്റെ ആൻറ്റിന, ഇതതിൻ്റെ ക്യാമറയാണ്. ഇനി ഫസ്റ്റ് നമുക്ക് ഈ ഒരു നീണ്ട കാലുള്ള ലീഫ് ഒന്ന് ഇങ്ങോട്ട് മടക്കുക. പിന്നെ അതിൻ്റെ അടിയത്തത് മടക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡും. പിന്നെ ഇവിടെ 2 ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ബാറ്ററി എന്ന് വരുന്നത്. ഇവിടെ നമ്മൾ സാധാ ചാർജർ കൊടുക്കാം. പിന്നെ ഇവിടെയാണ് ബാറ്ററി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇത് ഓണാക്കിയാൽ ഇനി ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. യെസ്, പിന്നെ ഇതിന് ഈ പ്രൊപ്പ ഗാർഡ്സ് ഉണ്ടല്ലോ, ഇത് 4 എണ്ണം ഇങ്ങോട്ട് എടുക്കാം.
ഇവിടെ 4 എടുത്തിട്ട് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്നെടുത്തിട്ട് നമ്മുടെ ഡ്രോണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ക്ലിപ്പുണ്ട്, അതിമൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒരു പുഷിങ് കാര്യം നടന്നു. രണ്ടാമത്തത് അതുപോലെ തന്നെ. റെഡി ആയിട്ടോ. ഇനി മറ്റേത് ലാസ്റ്റ് തീറ്റാ. ഇതാണ് നമ്മളെ കുഞ്ഞൻ ഡ്രോൺ കേട്ടോ, അതിൻ്റെ റിമോട്ട്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം കേട്ടോ, ഇതിവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇവർ തന്നിക്കുന്ന നല്ല അടിപൊളി പാക്കേജിങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഇതാണ്, ഇത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ്. ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇത് യൂസർ മാനുവൽ നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറൻ്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ നോക്കി നോക്കാം നമുക്ക്. അപ്പം ഇനി ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഈ ആപ്പ് കിട്ടും. ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിങ്ങണു. വൈഫൈ ക്യാം എന്നാണ് ആപ്പിൻ്റെ പേര്, വൈഫൈ ക്യാം. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ ആദ്യം നമ്മളെ ഡ്രോൺ ഉണ്ടല്ലോ, അപ്പം ഇനി ക്യാമറ വെക്കുക. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മളെ ഇതുണ്ടല്ലോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇതെടുത്തിട്ട് QR കോഡ് സ്കാൻ ചെയ്യുക ഗൂഗിൾ ലെൻസിൽ. എന്നിട്ട് ഗൂഗിൾ പേന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇതാണ്, വൈഫൈ ക്യാം എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ ആദ്യം ഡ്രോണൊന്ന് ഓണാക്കുക. ഡ്രോണ് ഓണാക്കിയതിന് ശേഷം നമ്മുടെ വൈഫൈ എടുക്കുക, നെക്കി പിടിച്ചിട്ട് ഓണാക്കുക. അപ്പോൾ അതിൻ്റെ പേര് വരുന്നതാണ്. ഇപ്പോൾ കണക്റ്റ് ആക്കാതെ ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ആപ്പ് നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ആപ്പ് എടുക്കുക. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ എടുത്ത് വെച്ചോണ്ടാണ്. ആപ്പ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഫേസ് ആയിരിക്കും വരിക. ഇതിൽ സ്റ്റാർട്ട് ചെയ്തുണ്ടാവും, ഇവിടെ തൊട്ടാൽ മതി സാധനം വരും. ഇതിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെന്ന് വരുന്നത്. എന്നാലും അത്രക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല, കാണാനൊക്കെ പറ്റും. പിന്നെ റിമോട്ടിൻ്റെ അടിയിൽ ഇവിടെ ഫോണ് വെക്കുക, അങ്ങനെയൊക്കെ. നമ്മളെ റിമോട്ടിന്മേ അടിയത്തെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണ് ഇതിമേ ക്ലിപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ സംഭവം. നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം ഡ്രോണിലെ, ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. സാധനം ഇപ്പോൾ അടിപൊളിയൊക്കെ കേട്ടോ, സാധനം മുതലുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഡ്രോണിൽ നിന്ന് എടുത്ത വീഡിയോസാട്ടോ. ഡ്രോണിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി കണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ്. എന്തായാലും കണ്ടോക്കി.
ഗായ്സ് ഇനി ഇത്രേ ഉള്ളൂ. അപ്പം ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.